ജീവിതത്തിൽ വിജയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ വിജയിക്കാത്തതെന്തുകൊണ്ട്? കാരണം പലരുടെയും ജീവിതത്തിന് ഒരു വ്യക്തമായ ലക്ഷ്യമില്ലാത്തതും ഈ വീഡിയോയിൽ പറയുന്ന കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതും കൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വിജയം നിങ്ങളെ ഉറപ്പായും ഒരു നാൾ തേടി വരും. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്നാമതായി നമുക്ക് വേണ്ടത് ഒരു ക്ലിയർ വിഷനാണ്. ജീവിതത്തിൽ എവിടെ എത്തണമെന്നറിയാത്തവർ എവിടെയും എത്തില്ല. വിത്തൗട്ട് എ ക്ലിയർ ഡെസ്റ്റിനേഷൻ ഇൻ ലൈഫ് യു കാൺ റീച്ച് സക്സസ്. ഒരു കപ്പൽ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ അതിന് വ്യക്തമായ ഡെസ്റ്റിനേഷൻ ഉണ്ടാകും. ഇല്ലെങ്കിൽ ആ കപ്പൽ കടലിൽ ദിശയറിയാതെ അലഞ്ഞുതിരിയുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യും. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. വ്യക്തമായ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും ഇല്ലെങ്കിൽ ജീവിതത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. വിഷൻ എന്നത് ഒരു സ്വപ്നം മാത്രമല്ല, ഒരു വ്യക്തമായ ചിത്രമാണ്. ഉദാഹരണത്തിന്, ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെ എത്തണം, എന്ത് ജോലി ചെയ്യണം, എത്ര ഇൻകം വേണം, എന്ത് ലൈഫ് സ്റ്റൈൽ പിന്തുടരണം, ഇവയെക്കുറിച്ചുള്ള വ്യക്തമായ പ്ലാനിങ്ങും കാഴ്ചപ്പാടുകളും ഉണ്ടായിരിക്കണം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും കഠിനമായി പരിശ്രമിക്കുകയും വേണം. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ലക്ഷ്യങ്ങൾ ഇല്ലാത്തവരുടെ ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടിരിക്കും. ഇന്നൊരു തീരുമാനമാണെങ്കിൽ നാളെ മറ്റൊന്നായിരിക്കും. അവസാനം വർഷങ്ങൾ കടന്നു പോകും, പക്ഷേ പുരോഗതിയും വിജയവും ഉണ്ടാകുകയുമില്ല. രണ്ടാമതായി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത. ജീവിതത്തിൽ പണമുണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ പണമില്ലെങ്കിൽ പലതും സാധിക്കില്ല. പ്രധാനമായും ജീവിതത്തിൽ സമാധാനപരമായുള്ള ജീവിതത്തിന് സാമ്പത്തിക സ്ഥിരത അനിവാര്യമാണ്. എ പീസ്ഫുൾ ലൈഫ് ഈസ് ബിൽറ്റ് ഓൺ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നത് നിങ്ങൾ കോടീശ്വരനാകുന്നതല്ല, പക്ഷേ ജീവിക്കാൻ ആവശ്യമുള്ള പണം ഉണ്ടായിരിക്കണം. അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള പണം കയ്യിലുണ്ടാകണം. കടബാധ്യത കൊണ്ട് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. ഇതാണ് സാമ്പത്തിക സ്ഥിരത. പണമില്ലാതിരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി തോന്നും. സമ്മർദ്ദം കൂടും, മനസമാധാനം നഷ്ടമാകും, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ വരും. അതിനാൽ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ സാമ്പത്തിക സ്ഥിരത നിർബന്ധമാണ്. മൂന്നാമതായി, ആരോഗ്യം, ഹെൽത്ത് ഫസ്റ്റ്. കൊട്ടാരത്തിൽ കഴിയുന്ന ആരോഗ്യമില്ലാത്ത കോടീശ്വരനേക്കാളും ഭാഗ്യവാനാണ് കുടിലിൽ കഴിയുന്ന ആരോഗ്യവാനായ മനുഷ്യൻ. കാരണം ജീവിതത്തിൽ പണമുണ്ടാക്കാം, സ്ഥാനമാനങ്ങളുണ്ടാക്കാം, പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ സമ്പത്തും സ്ഥാനമാനങ്ങളും നമുക്ക് സന്തോഷത്തോടെ ആസ്വദിക്കാൻ കഴിയാതെ വരും. ദിവസവും രാവിലെ കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുക. വാക്കിംഗ് ഈസ് ദ ചീപ്പസ്റ്റ് മെഡിസിൻ. നാലാമതായി, ടൈം ഡിസിപ്ലിൻ, സമയം മാനേജ് ചെയ്യുക. എന്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ സമയം ഒരു പ്രധാന കാരണമാകുന്നു? വിജയിക്കുന്നവർക്കും പരാജയപ്പെടുന്നവർക്കും തുല്യമായി ലഭിക്കുന്നത് ഒന്ന് മാത്രമാണ്, സമയം. പക്ഷേ വ്യത്യാസം ഇവർ രണ്ടുപേരും അവരുടെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും, ജയവും പരാജയവും. ഉദാഹരണത്തിന്, സമയം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, ഒരു ജോലി നമ്മൾ ശരിയായ സമയത്ത് തീർത്തില്ലെങ്കിൽ അത് പിന്നീട് പെൻഡിങ് ആവുകയും വർക്ക് ലോഡ് കൂടുകയും സ്ട്രെസ്സായി നല്ല രീതിയിൽ ആ ജോലി പിന്നീട് പൂർത്തിയാക്കാനാവാതെ പരാജയപ്പെടുകയും ചെയ്യും. ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. രാവിലെ എഴുന്നേൽക്കുന്നത് വിജയികളുടെ കോമൺ ഹാബിറ്റാണ്. വിൻ ദ മോർണിംഗ് വിൻ ദ ഡേ. രാവിലെ നിങ്ങൾ വിജയിച്ചാൽ ആ ദിവസം നിങ്ങൾ ജയിച്ചു എന്നാണ് പറയാറ്. ടൈം റെസ്പെക്റ്റ് ചെയ്യുന്നവരെ സക്സസ് റെസ്പെക്റ്റ് ചെയ്യും. ലോസ്റ്റ് ടൈം നെവർ റിട്ടേൺസ്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതിനാൽ ജീവിതത്തിൽ വിജയിക്കാൻ സമയം മാനേജ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക. ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കരുത്. അഞ്ചാമതായി, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. എന്തുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് പ്രധാനമാകുന്നത്? കാരണം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാത്തപ്പോൾ, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതായാൽ ലോകം നിങ്ങളെ വിശ്വസിക്കില്ല. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള അവസരങ്ങൾ വന്നാലും നമ്മൾ പിന്നിലേക്ക് പോകും.
ആത്മവിശ്വാസമില്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടും, പബ്ലിക്കിനോട് സംസാരിക്കാൻ ഭയം തോന്നും, പുതിയ ഓപ്പർച്യൂണിറ്റികൾ ഒഴിവാക്കും. തോൽക്കുമോ എന്ന ചിന്ത എപ്പോഴും കൂടെയുണ്ടാകും. ഇത് നമ്മുടെ വിജയത്തെ തടയും. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ ലോകം നിങ്ങളെ പിന്തുടരും. ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്, ദ വേൾഡ് വിൽ ഫോളോ യു. ഇന്നു ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ. ജീവിതം ഉറപ്പായും മാറും. നല്ല നാളേക്കായി ഇന്നു തന്നെ പരിശ്രമിക്കുക. ഇഫ് യു വാണ്ട് എ ഗുഡ് ഫ്യൂച്ചർ, യു മസ്റ്റ് ടേക്ക് ആക്ഷൻ ടുഡേ. ഡോണ്ട് ഡിലേ. ആക്ട് നൗ. യുവർ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ കണ്ടതിന് നന്ദി.